രാജ്യത്താദ്യ ദയാമരണം. ചികിത്സയിലായിരുന്ന ഹരീഷ് റാണ മരിച്ചു. 13 വർഷമായി കോമയിലായിരുന്നു ഹരീഷ്. ദയാമരണത്തിന് സുപ്രീം കോടതി നേരത്തെ അനുവാദം നൽകിയിരുന്നു. തൗഫീഖാണ് ചേർന്നത് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങളുമായി. ഈ വെന്റിലേറ്റർ റിമൂവ് ചെയ്തതിന് ശേഷമാണോ ഈ മരണം സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സ്വാഭാവിക മരണമാണോ ഹരീഷ് റാണയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്? തൗഫീഖ, ഡൽഹി എയിംസിൽ വെച്ച് അല്പസമയം മുമ്പാണ് ഹരീഷ് റാണ ഇപ്പോൾ മരണത്തിന് കീഴടങ്ങി എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. രാജ്യത്തെ ആദ്യ ദയാമരണമാണ്. സുപ്രീം കോടതിയാണ് ഹരീഷ് റാണക്ക് ദയാമരണത്തിനുള്ള അനുമതി കഴിഞ്ഞ ദിവസം നൽകിയത്. അതിന് പിന്നാലെ ഹരീഷ് റാണയെ ഡൽഹിയിലെ എയിംസിലേക്ക് എത്തിക്കുകയും അവിടുത്തെ പാലിയേറ്റീവ് കെയറിൽ പ്രവേശിപ്പിച്ചിരിക്കുകയുമായിരുന്നു. തുടർന്നാണ് ജീവൻ നിലനിർത്താനായിട്ട് ഹരീഷിന്റെ ശരീരത്തിൽ ഘടിപ്പിച്ചിരുന്ന ഉപകരണങ്ങളെല്ലാം ഡോക്ടർമാർ നീക്കം ചെയ്തത്. ഇതിനെ തുടർന്നാണ് മരണം സംഭവിച്ചതെന്നാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ 13 വർഷമായി ഹരീഷ് റാണ കോമയിലായിരുന്നു ഉണ്ടായത്. തുടർന്ന് കുടുംബത്തിന്റെ ഉൾപ്പെടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ദയാവധത്തിന് അനുമതി നൽകുകയും തുടർന്ന് ഡൽഹി എയിംസിലെ പാലിയേറ്റീവ് കെയറിലേക്ക് ഹരീഷിനെ മാറ്റുകയുമായിരുന്നു. അവിടെ വെച്ച് അല്പസമയം മുമ്പാണ് ഈ മരണം സംഭവിച്ചതെന്നാണ് നിലവിൽ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. 2013 പഞ്ചാബ് സർവകലാശാലയിൽ പഠിക്കവേ കെട്ടിടത്തിന്റെ 4ാം നിലയിൽ നിന്ന് ഹരീഷ് ആ നിലയിലേക്ക് താഴേക്ക് വീഴുകയായിരുന്നു. തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ് പിന്നീട് വർഷങ്ങളായി കിടപ്പിലായിരുന്നു. അന്നു മുതൽ തന്നെ യന്ത്രങ്ങളുടെ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിക്കൊണ്ടിരുന്നത്. പിന്നീടായിരുന്നു കുടുംബം ഇത്തരം ഒരു ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി ഈ വിഷയത്തിൽ വാദം കേട്ടതിനു ശേഷം അത്തരമൊരു ദയാമരണത്തിന് സുപ്രീം കോടതി തന്നെ അനുമതി നൽകുകയുമായിരുന്നു. വേദനരഹിതമായ മരണം ഉറപ്പാക്കുന്നതിനായി ഹരീഷിന് നൽകി വന്നിരുന്ന ഭക്ഷണ ട്യൂബ് മാറ്റിയതായും ഒപ്പം ഈ മരുന്നുകൾ നൽകുന്നത് തുടരുന്നതായും ആശുപത്രി അധികൃതർ നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഓക്സിജൻ, അതോടൊപ്പം തന്നെ ഭക്ഷണം എന്നിവ ഘട്ടഘട്ടമായി ഒഴിവാക്കി സ്വാഭാവികമായിട്ടുള്ള ഒരു മരണം ഉറപ്പാക്കുകയായിരുന്നു ഡോക്ടർമാർ എയിംസിൽ വെച്ച് ചെയ്തത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ മരണം ഉണ്ടായിരിക്കുന്നതായിട്ട് കൂടി ഡോക്ടർമാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. പൂർണ്ണമായും കുടുംബത്തിന്റെ അനുമതിയോടുകൂടിയായിരുന്നു സുപ്രീം കോടതി അതിന് അനുമതി നൽകിയത്. കുടുംബമായിരുന്നു ഇത്തരം ഒരു ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി ആദ്യത്തെ ദയാവധം എന്ന രീതിയിൽ അതിനെ അംഗീകരിക്കുകയുമാണ് ഉണ്ടായത്. 2018 സുപ്രീം കോടതി ദയാവധത്തിന് നിയമസാധുത നൽകിയ ശേഷം ഒരാദ്യ ഉത്തരവായിരുന്നു കോടതിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിരുന്നത്. ജസ്റ്റിസ് JB പർദേവാല, ജസ്റ്റിസ് KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് മാതാപിതാക്കളുടെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് 2 ആഴ്ച മുമ്പ് ഇത്തരമൊരു അനുമതി കോടതി നൽകിയത്. തുടർന്നായിരുന്നു അതിന്റെ കോടതി ഉത്തരവ് പാലിച്ചുകൊണ്ടായിരുന്നു ഡോക്ടർമാർ അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നത്. ചികിത്സ കൊണ്ട് യാതൊരു പുരോഗതിയും ഇല്ലാത്ത സാഹചര്യത്തിൽ അന്തസ്സോടെ മരിക്കാനുള്ള ഒരു അവകാശം വ്യക്തികൾക്കുണ്ട് എന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. ഈ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ഹരീഷ് റാണക്ക് ദയാവധത്തിന് അല്ലെങ്കിൽ ദയാമരണത്തിന് സുപ്രീം കോടതി ഒരു അനുമതി നൽകുകയുമാണ് ഉണ്ടായത്. സാമ്പത്തികമായി തകർന്നുവെന്നും മകന്റെ ദുരന്തം കാണാൻ വയ്യെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു മാതാപിതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. കാരണം കഴിഞ്ഞ 13 വർഷമായി മകനെ ഈ മാതാപിതാക്കൾ ചികിത്സിക്കുകയായിരുന്നു. എന്നാൽ പഴയ പോലെ ജീവിതത്തിലേക്ക് തിരികെ വരാനായിട്ട് ഹരീഷ് റാണക്ക് സാധിക്കില്ല എന്ന് ഡോക്ടർമാർ ഉൾപ്പെടെ പറയുകയാണ് ഉണ്ടായത്. തുടർന്നാണ് കുടുംബം ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുകയും സുപ്രീം കോടതിയെ സമീപിക്കുകയുമായിരുന്നു ഉണ്ടായത്. കുടുംബത്തിന്റെ പ്രയാസം, കുടുംബത്തിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ ശേഷമാണ് സുപ്രീം കോടതി ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ഡോക്ടർമാർക്കുൾപ്പെടെ അതിന്റെ നിർദ്ദേശം നൽകുകയുമായിരുന്നു. തുടർന്നാണ് വീട്ടിൽ നിന്ന് ഹരീഷ് റാണയെ ഡൽഹിയിലെ എയിംസിലെ പാലിയേറ്റീവ് കെയറിലേക്ക് മാറ്റുകയും ശരീരത്തിൽ ഘടിപ്പിച്ചിരുന്ന എല്ലാ ഉപകരണങ്ങളും എടുത്തു മാറ്റിയ ഒരു സ്വാഭാവിക മരണത്തിലേക്ക് ഹരീഷ് റാണ ഇന്ന് അല്പസമയം പോവുകയായിരുന്നുവെന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം.